ഡോക്ടർ എസ് സന്തോഷ് കുമാർ എഴുതിയ ലേഖനം. കൊള്ളക്കാരാക്കപ്പെട്ട ജനത, വംശഹത്യയുടെ പുത്തൻ യുദ്ധതന്ത്രം. ഗാസയിലേക്കുള്ള എൻ്റെ മൂന്നാമത്തെ ദൗത്യമാണിത്. ഇസ്രായേലിൻ്റെ ആക്രമണം തുടങ്ങി അധികം വൈകും മുമ്പ് 2023 നവംബറിൽ ഉക്രൈൻ യുദ്ധമുഖത്ത് നിന്നായിരുന്നു ഇവിടേക്കുള്ള ആദ്യ യാത്ര. ഏതൊരു യുദ്ധമുഖത്തേക്കാളും വളരെയധികം ഭീതിയും ദുരന്തവും നിറഞ്ഞ പ്രദേശമായിരുന്നു പാലസ്തീൻ. അന്ന് പ്രധാന പ്രശ്നം കുടിവെള്ളമായിരുന്നു. കുടിവെള്ളം കിട്ടാതിരിക്കുകയും കിട്ടുന്ന വെള്ളം കുടിച്ച് ആളുകൾക്ക് വയറിളക്കം പിടിക്കുകയും മലവിസർജനം ചെയ്യാനിടമില്ലാതെ തോന്നുന്നിടത്ത് വിസർജിക്കുകയും വീണ്ടും വെള്ളം മലിനമാകുകയും ഒക്കെയായിരുന്നു അന്ന്. 1/3 ആളുകൾക്കും വയറിളക്കം പിടിക്കുകയും അങ്ങനെ രോഗം ബാധിക്കുന്നവരിൽ നല്ലൊരു പങ്കും മരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയായിരുന്നു റഫ പട്ടണത്തിലും ചുറ്റിനും. 2025 ജൂലൈ മാസത്തിലെ അവസാനത്തെ തിങ്കളാഴ്ച അതിരാവിലെ തന്നെ അമ്മാനിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. ആദ്യ യാത്ര ഈജിപ്റ്റ് വഴിയായിരുന്നെങ്കിൽ ഇത്തവണ ജോർദാൻ വഴിയാണ്. ഈജിപ്തിൽ നിന്നുള്ള യാത്രയിൽ നിന്നും വ്യത്യസ്തമായി ഒറ്റ ബസ്സായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. ഗാസയിലേക്ക് പോകുന്ന ഏകദേശം 50 പേരടങ്ങുന്ന മാനുഷിക പ്രവർത്തകരാണ് വാഹനത്തിലുള്ളത്. ജോർദാൻ അതിർത്തിയായ കിങ് ഹുസൈൻ പാലത്തിനു മുമ്പായി വാഹനം നിർത്തി. അവിടെ നിന്ന് ജോർദാൻ അധികൃതർ പാസ്പോർട്ട് പരിശോധിച്ച് ക്ലിയറൻസ് നൽകി. അതിർത്തി കടന്നാലുടൻ ഇസ്രായേലിൻ്റെ വലിയൊരു ചെക്ക് പോയിന്റാണ്. വിമാനത്താവളങ്ങളിലേതും മറ്റും പോലെ 2 എക്സ്റേ പരിശോധനകൾക്കൊപ്പം ഹാൻഡ് ബാഗുകൾ പോലും തുറന്നുള്ള പരിശോധന. അവർക്ക് താൽപ്പര്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തുമാറ്റും. അക്കൂട്ടത്തിൽ രോഗികൾക്കുള്ള മരുന്നുകളും അസ്ഥി പൊട്ടിയവരുടെ ചികിത്സക്കായുള്ള ഫിക്സുകളും ഭക്ഷണവും ഒക്കെ ഉണ്ടാകും. ഒന്നും തിരികെ തരില്ല. 50 പേരുടെ സംഘത്തെ പരിശോധിച്ചു കഴിയാൻ മണിക്കൂറുകൾ എടുക്കുന്നു. 10 മണിക്ക് ഇസ്രായേലിൻ്റെ ചെക്ക് പോയിന്റിലെത്തിയതാണ്. ഉച്ച കഴിഞ്ഞു പരിശോധന കഴിഞ്ഞപ്പോൾ. ഈ പരിശോധനകളുടെ ഇടയ്ക്ക് ഇസ്രായേൽ ആർമിയുടെ ചോദ്യശരങ്ങളെയും നേരിടേണ്ടതുണ്ട്. എന്തിനാണ് ഗാസയിലേക്ക് പോകുന്നതെന്നാണ് പ്രധാന ചോദ്യം. നിങ്ങളുടെ നാട്ടിലിരുന്നാൽ പോരെ, മരിക്കേണ്ടതുണ്ടോ എന്ന് തുറന്നു ചോദിക്കാൻ അവർക്ക് മടിയില്ല. ഒരുതരം ഭീഷണിപ്പെടുത്തൽ കൂടിയാണിത്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ടതുണ്ട് മുന്നോട്ടു പോകാൻ. ഇനി പുതിയൊരു ബസ്സിലാണ് യാത്ര, പൂർണ്ണമായും ഇസ്രായേലിലൂടെ. ഒരിടത്തും വാഹനം നിർത്തില്ല. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡയർ അൽബേലയുടെ തൊട്ടു മുമ്പുള്ള അതിർത്തി പോയിന്റിലെത്തി. ശരിക്കും ഒരു നോമാൻസ് ലാൻഡ്. വിശാലമായ മൈതാനം. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ബസ്സിൽ നിന്നിറക്കി. ഞങ്ങളെയും. തരിശുഭൂമിയാണ്. കട്ട വെയിലാണ്. അവിടെ മറ്റൊരു 2 മണിക്കൂർ നീണ്ട കാത്തിരിപ്പ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ കോൺവോയ് എത്തിയപ്പോൾ നേരം ഇരുണ്ടു തുടങ്ങിയിരുന്നു. 11 വാഹനങ്ങളടങ്ങുന്ന കോൺവോയാണ്. അതിലെ 10ാമത്തെ വാഹനത്തിലായിരുന്നു എനിക്ക് സീറ്റ്. 4-5 പേർക്ക് മാത്രം കയറാനാകുന്ന വാനെന്നോ ജീപ്പെന്നോ ഒക്കെ പറയാവുന്ന ഒരു വാഹനം. നോമാൻസ് ലാൻഡ് കഴിഞ്ഞപ്പോൾ കനത്ത പൊടിപടലം വാഹനത്തെ മൂടാൻ തുടങ്ങി. മുന്നിലെ വാഹനങ്ങൾ പറത്തിവിടുന്ന പൊടി പിന്നിലെ വാഹനത്തിലേക്ക് അടിച്ചു കയറും. സുരക്ഷിതമായി അടച്ചിട്ട വാഹനത്തിൻ്റെ പുറത്ത് ചാരനിറത്തിൽ പൊടിയുടെ കമ്പളം മൂടും. പൊടിയൊന്നടങ്ങിയാൽ കാണുന്നത് ചുറ്റിനും ഓടിയടുക്കുന്ന മനുഷ്യരെയാണ്. 1ഉം 2ഉമല്ല, ആയിരക്കണക്കിന് മനുഷ്യരെ. ഓടാനുള്ള ആരോഗ്യമില്ലെങ്കിലും സർവ്വശക്തിയുമെടുത്തവർ വാഹനത്തിന് പിന്നാലെയും ഒപ്പവും കുതിക്കുന്നു. ദിവസങ്ങളായി മാറാത്ത വസ്ത്രത്തിൽ പൊടിയുടെ കനത്ത പാളികൾ, രക്തം കലർന്ന ഇരുണ്ട പാടുകൾ.
ആ മനുഷ്യക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി വാഹനം മുമ്പോട്ടു പോകുക എന്നത് ഏറെ ദുഷ്കരമായ പ്രവൃത്തിയാണ്. വണ്ടി ചെറുതായൊന്ന് വേഗം കുറക്കുമ്പോൾ ആളുകൾ പാഞ്ഞെത്തി വാഹനത്തിലിടിക്കുന്നു. ചിലർ എങ്ങനെയൊക്കെയോ മുകളിലേക്ക് ചാടിക്കയറുന്നു. ഉറക്കെ അസഭ്യം പറയുന്നു. കല്ലുകൾ ഉപയോഗിച്ച് എറിയുന്നു. ആ കല്ലുകൾ പതിച്ച് അവരിൽ ചിലർ താഴേക്കു വീഴുന്നു. അവരുടെ മുകളിലൂടെ ചവിട്ടി മെതിച്ച് പിന്നെയും ആളുകൾ ഓടുന്നു. അവർ ഉറക്കെ ചോദിക്കുന്നത് ഭക്ഷണവും സാധനങ്ങളുമാണ്. വിശപ്പിന്റെ രോദനമാണ് ചുറ്റിനും മുഴങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടിവന്നില്ല. ഭക്ഷണത്തിനായാണ് അവരുടെ വരവ്. അവസരം കിട്ടിയാൽ കൊള്ളയടിക്കും. ഒന്നും കിട്ടാതെ വരുന്നതോടെ അവർ അക്രമാസക്തരാകും. ആ ബഹളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഡ്രൈവർ വാഹനത്തിന്റെ വേഗം കൂട്ടി. അതിനിടയിലും എവിടെ നിന്നൊക്കെയോ ആളുകൾ വാഹനത്തിനു ചുറ്റിലേക്ക് ചിതറി വീഴുന്നുണ്ടായിരുന്നു. ഡ്രൈവർ എങ്ങനെയൊക്കെയോ അതിനിടയിലൂടെ വാഹനം കൊണ്ടുപോവുകയാണ്. പൊടിപടലങ്ങൾക്കിടയിലൂടെ മുന്നിൽ പോകുന്ന വാഹനം കാണാനാകുന്നില്ല. ആളുകളെ വളരെ അടുത്തെത്തുമ്പോൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. പെട്ടെന്നാണ് ഞങ്ങളുടെ കാറിന്റെ ബോണറ്റിലേക്ക് ശക്തിയിൽ എന്തോ പതിച്ചത്. ബോണറ്റിലും മുൻവശത്തെ ചില്ലിലും ചോര ചിതറിത്തെറിച്ചു. ഗ്ലാസിൽ പാട മൂടിക്കിടന്ന പൊടിയിലൂടെ അത് ചാലുകീറി ഒഴുകി. മുന്നിൽ പോയിരുന്ന മറ്റൊരു വാഹനം ഇടിച്ചു തെറിപ്പിച്ച ആളാണ് ഞങ്ങളുടെ വാഹനത്തിന്റെ ബോണറ്റിൽ പതിച്ചതെന്ന് മനസ്സിലാകാൻ അല്പസമയമെടുത്തു. വാഹനം നിർത്താനോ അയാൾക്കെന്ത് സംഭവിച്ചുവെന്ന് പരിശോധിക്കാനോ മാർഗമില്ല. നിർത്തി പുറത്തിറങ്ങിയാൽ വിശപ്പിന്റെ മൂർച്ച ഞങ്ങളുടെ വാഹനം തകർക്കും. ഒരുപക്ഷെ ഞങ്ങൾക്ക് ജീവനോടെ മുന്നോട്ടു പോകാനായെന്നു പോലും വരില്ല. ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. യുദ്ധഭൂമിയിലെ ഇത്രയും കാലത്തെ മാനുഷിക പ്രവർത്തന ജീവിതത്തിനിടയിൽ ഇത്തരമൊരനുഭവവും കാഴ്ചയും എനിക്കു മുന്നിൽ ആദ്യമായിട്ടായിരുന്നു. ഒരിക്കൽ കൂടി പാലസ്തീനിലേക്ക് പ്രവേശിക്കുമ്പോൾ നേരത്തെ കണ്ട പാലസ്തീനല്ല അതെന്നതിൻ്റെ കൃത്യമായ സൂചനയായിരുന്നു അത്. മുന്നിൽ കാത്തിരിക്കുന്ന കാഴ്ചകളിലേക്കും. ആ യാത്ര 15 മിനിറ്റോളം തുടർന്നു. വാഹനം വലിയൊരു റോഡിലേക്ക് പ്രവേശിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെയും ആളുകളുടെ കൂട്ടം ഞങ്ങളുടെ വാഹനവ്യൂഹത്തിന് പിന്നാലെ ഇരച്ചാടി വരികയാണ്. വാഹനത്തിനു മുകളിൽ എപ്പോഴോ കയറിയിരുന്ന ഒരാൾ വാഹനത്തിന്റെ വേഗം കുറഞ്ഞ ഏതോ സമയത്ത് കുറേ ബഹളം വെച്ച് ചാടിപ്പോയി. ഒടുവിൽ ആ യാത്ര ഐക്യരാഷ്ട്ര സംഘടന സജ്ജമാക്കിയ ഞങ്ങളുടെ താവളത്തിലെത്തി അവസാനിച്ചു. വാഹനങ്ങളിൽ നിന്നിറങ്ങിയ ആർക്കും ഒന്നും സംസാരിക്കാനില്ലായിരുന്നു. ആദ്യ ഞെട്ടലിൽ നിന്ന് മോചിതരായി പരസ്പരം ആശയവിനിമയം നടത്തിയപ്പോഴാണ് അതിവിടെ സ്ഥിരം സംഭവമായി മാറിക്കഴിഞ്ഞുവെന്ന് മനസ്സിലാകുന്നത്. വരും ദിവസങ്ങളിൽ കൺമുന്നിൽ കാണാനിരിക്കുന്നതും അറിയാനിരിക്കുന്നതും ഇതിലും ഭീകരമായ കാഴ്ചകളും ജീവിതവുമാണെന്ന് അപ്പോൾ അറിഞ്ഞു തുടങ്ങിയിരുന്നില്ല. അൽമാവാസി എന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് ജോലി ചെയ്യേണ്ട ആശുപത്രി സജ്ജമാക്കിയിട്ടുള്ളത്. കടൽത്തീരത്തിന് സമാന്തരമായി പോകുന്ന റഷീദ് റോഡിലൂടെയായിരുന്നു അവിടേക്കുള്ള യാത്ര. കഴിഞ്ഞ തവണ ഞാനിവിടെ എത്തുമ്പോൾ തെക്കേ അറ്റത്തുള്ള റഫ വഴിയാണ് വന്നത്. ഇത്തവണ എതിർദിശയിൽ നിന്നാണ് യാത്ര. അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന വീടുൾപ്പെടെ ഈ റോഡിന്റെ അരികിലായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ തകർന്ന കുറച്ച് കെട്ടിടാവശിഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. വാഹനത്തിന്റെ ഡ്രൈവറോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ആ സ്ഥലങ്ങളൊക്കെ നിരപ്പായിക്കഴിഞ്ഞുവെന്ന്. ഈജിപ്റ്റ് അതിർത്തിയിൽ നിന്നുള്ള 5 കിലോമീറ്ററോളം ദൂരം ചുവപ്പ് മേഖലയായി പ്രഖ്യാപിച്ച് ആളുകളെ ഒഴിപ്പിച്ചു. ഇപ്പോഴവിടം കെട്ടിടാവശിഷ്ടങ്ങളുമായി തരിശായി കിടക്കുകയാണ്. അങ്ങോട്ട് ഇപ്പോൾ അധികം ആരും പോകാറില്ല. അവിടെ ഒരിടത്താണ് ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന അമേരിക്കൻ സ്വകാര്യ സംഘടന ഭക്ഷണ വിതരണം നടത്തുന്നത്. യാത്ര കുറച്ചുകൂടി മുന്നോട്ടു പോയി. താമസസ്ഥലത്തു നിന്ന് ഈ വഴിയിലൂടെയാണ് കഴിഞ്ഞ തവണ അൽ അക്സ ആശുപത്രിയിലേക്ക് പോയിരുന്നത്. അന്നൊന്നും റോഡരികിൽ
കടലിനരികിലൊന്നും ആരും താമസമില്ലായിരുന്നു. നല്ലൊരു ഭാഗവും കൃഷിയും പനകളും പച്ചപ്പുമൊക്കെയുള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ അവിടെ സൂചി കുത്താൻ പോലും ഇടമില്ല. ഡയർ അൽബില മുതൽ അൽമവാസി വരെ റോഡിനിരുവശത്തും കടലിന്റെ അരികുവരെ ടെന്റുകളുടെ നീണ്ട നിര. കണ്ണെത്താ ദൂരത്തോളം അത് വ്യാപിച്ചു കിടക്കുന്നു. ടെന്റുകൾ തമ്മിൽ പോലും അകലമില്ല. കൊടിയ ചൂടുകൂടി ആയതിനാൽ ഉള്ളിൽ അതീവ ദുരിതമായിരിക്കുമെന്ന് ഉറപ്പാണ്. ഓരോ ടെന്റിലും 10 മുതൽ 20 വരെ ആളുകളുണ്ടാകും. റഫയിൽ നിന്നും ഖാൻ യൂനിസിന്റെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് പകുതിയോളം പേരെയും ഒഴിപ്പിച്ചു കഴിഞ്ഞു. ഗാസ സിറ്റിക്കും ഡയർ അൽബിലയ്ക്കും ഇടയിലെ 20 കിലോമീറ്ററും ഒഴിപ്പിച്ചു. ഗസ സിറ്റിയിൽ 8 ലക്ഷം ആളുകളാണ് ഉള്ളത്. ബാക്കി 15 ലക്ഷം ആളുകൾ നേരത്തെ പറഞ്ഞ ചെറിയ മേഖലയിലേക്ക് ഒതുക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ കുടിവെള്ള പ്രശ്നം കുറേയൊക്കെ പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പല സന്നദ്ധ സംഘടനകളും ഐക്യരാഷ്ട്ര സംഘടനയും മറ്റും കടൽവെള്ളം ശുദ്ധീകരിച്ച് ടാങ്കറിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ധനത്തിന്റെ ലഭ്യത പ്രശ്നമാണെങ്കിലും ആളുകൾക്ക് നടന്നുപോയി വെള്ളം ശേഖരിക്കാൻ കഴിയും. ആശുപത്രിയിൽ നിന്നുള്ള ട്രോളികളും വീൽചെയറുകളും മറ്റും വെള്ളമെടുക്കാനായി ആളുകൾ ഉപയോഗിക്കുന്നു. ഇന്ധനമില്ലാത്തതിനാൽ റോഡുകൾ നിറയെ കുതിരവണ്ടികളും കഴുതവണ്ടികളുമാണ്. കഴുതകളെ കെട്ടിവലിക്കുന്ന ചെറുവാഹനങ്ങൾക്ക് ടുക് ടുക് എന്നാണ് അവർ പറയുന്നത്. ബാങ്കുകളും ATM-ഉം ഒന്നും പലസ്തീനിലില്ല. പകരം പ്രാദേശിക മണി എക്സ്ചേഞ്ചുകൾ പോലുള്ള ചില സ്ഥാപനങ്ങളാണ് ഉള്ളത്. ജോലി ചെയ്ത് അക്കൗണ്ടിലെത്തുന്ന പണം ഈ സ്ഥാപനങ്ങൾ വഴി വേണം തദ്ദേശീയർക്ക് പിൻവലിക്കാൻ. അങ്ങനെ പിൻവലിക്കുമ്പോൾ കാശായി എടുക്കുന്നതിൻ്റെ പകുതി മാത്രമാണ് നൽകുക. ബാക്കി അവർ കമ്മീഷനായി ഈടാക്കും. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അവിടെ നിലവിൽ വരുമാനമുള്ള ജോലിയുള്ളൂ. അതുകൊണ്ടുതന്നെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ ചെലവുകൾ താങ്ങാനാകുന്നതല്ല. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഭക്ഷണമില്ലായ്മയാണ്. അന്ന് ഞങ്ങൾ എത്തുമ്പോൾ അത്യാവശ്യം അരിയും ഗോതമ്പുമാവും പയറുവർഗ്ഗങ്ങളും തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന തക്കാളിയും കത്തിരിക്കയും ബീൻസും പോലുള്ള പച്ചക്കറികളും മറ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 കിലോ പഞ്ചസാരയ്ക്ക് $100, അതായത് 8000 രൂപയോളം നൽകണം. ആട്ടമാവിന് ഏകദേശം $40, നമ്മുടെ 3200 രൂപ കൊടുക്കേണ്ടി വരുന്നു. പച്ചക്കറികൾക്കും ഇതാണ് സ്ഥിതി. ഭക്ഷണം എങ്ങനെയാണ് മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റുന്നതെന്നും സമൂഹത്തെ കുറ്റവാളികളാക്കുന്നതെന്നും അറിയാനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായി ഗാസ മാറിക്കഴിഞ്ഞു. നമുക്കാലോചിക്കാനാകാത്ത രീതിയിലാണ് അതിൻ്റെ വഴികളും ഉൾപ്പിരിവുകളുമൊക്കെ പോകുന്നത്. നേരത്തെ UN സംഘങ്ങളായിരുന്നു ഭക്ഷണം നൽകിയിരുന്നത്. അതിർത്തി കടക്കാൻ 5000 ലോറികളെങ്കിലും റഫയുടെ അപ്പുറത്തായി കാത്തുകിടപ്പുണ്ട്. പക്ഷേ ഒരു ദിവസം 10-15 ട്രക്കുകൾ മാത്രമാണ് കടത്തിവിടുന്നത്. മരുന്നുകളും നിത്യോപയോഗ സാധനങ്ങളും ആശുപത്രികളിലേക്കുള്ള സാധനങ്ങളുമൊക്കെ കിട്ടാതായിട്ട് ഇപ്പോൾ 6 മാസത്തിൽ കൂടുതലായി. പട്ടിണിയുടെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉടനടി ഉണ്ടാകുന്ന വൈദ്യശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങളെക്കാൾ ദൂരവ്യാപകവും വിനാശകരവുമാണ്. രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവയുമാണ്. 2023 നവംബറിൽ ഞാനിവിടെ എത്തിയപ്പോൾ സഹായ സാമഗ്രികളുടെ കൊള്ളയടിക്കലുകൾ ഉണ്ടായിരുന്നില്ല. അന്ന് ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വിതരണത്തിന് കൃത്യമായ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. 2024 മാർച്ചിൽ 2ാം തവണ ഞാൻ വന്നപ്പോൾ ഇടയ്ക്കിടെ ചില കൊള്ളയടിക്കലുകൾ ഉണ്ടാവുകയും കുഴപ്പങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നതായി മനസ്സിലാക്കിയിരുന്നു. പിന്നീടത് ഗുണ്ടാ സംഘങ്ങളും കൊള്ളക്കാരും മാഫിയകളുമായി വളരാൻ തുടങ്ങിയെന്ന് മനസ്സിലായി. അത്തരം കൊള്ള നിയന്ത്രിക്കുന്നതിൽ സമൂഹത്തിൻ്റെ നേതൃത്വം പരാജയപ്പെടാൻ തുടങ്ങി.
കൊള്ള ഒരു സാധാരണ സംഭവമാകാൻ തുടങ്ങി. വിശപ്പും പട്ടിണിയുമായിരുന്നു അതിൻ്റെയൊക്കെ മൂലകാരണം. സഹായത്തിനായി കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊള്ളയടിച്ചെടുത്ത് വിൽക്കുന്ന വിപണി തഴച്ചു വളരാൻ തുടങ്ങി. ദൈനംദിന ജീവിതച്ചെലവ് കുതിച്ചുയർന്നു. ഇപ്പോൾ പാലസ്തീനിലെ വിപണിയിൽ കൊള്ളയടിക്കപ്പെട്ട വസ്തുക്കൾ മാത്രമേ കാണുന്നുള്ളൂ. സാധനങ്ങൾ സംരക്ഷിക്കാൻ വ്യാപാരികൾക്ക് സ്വകാര്യ സൈന്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. അതിർത്തി കടക്കുന്ന ട്രക്കുകളുടെ എണ്ണം പിന്നെയും കുറഞ്ഞു. ഇപ്പോൾ ട്രക്കുകൾ കൊള്ളയടിക്കപ്പെടുമ്പോൾ വിപണിയിലേക്ക് ധാരാളമായി സാധനങ്ങൾ എത്തും. അപ്പോൾ അവയുടെ വില കുറയും. ഇത്തരമൊരവസ്ഥയിലേക്ക് സഹായത്തിനുള്ള സാധന സാമഗ്രികൾ എത്തിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പട്ടിണി അനുഭവിക്കുന്ന ജനവിഭാഗത്തെ ഭക്ഷണം നൽകാനായി വിളിച്ചുകൊണ്ടുപോവുകയും അവിടെ വെടിവെച്ച് വീഴ്ത്തുകയും പരിക്കേൽക്കുന്നവർക്ക് ചികിത്സ ലഭ്യമല്ലാതാകുകയും ചെയ്യുന്ന ദാരുണാവസ്ഥ. ഭക്ഷണത്തിനുള്ള കലാപത്തിന് കോപ്പുകൂട്ടുന്നവരെ നിയന്ത്രിക്കാതെ അഴിച്ചുവിട്ട് പരസ്പരം തല്ലിച്ചാകുന്നത് കണ്ട് ചിരിക്കുന്ന ഭീകരത. ഇനി ഈ യുദ്ധം അവസാനിച്ചാലും പാലസ്തീനിലെ ജനത പഴയ അവസ്ഥയിലേക്ക് തിരികെ എത്തുമോ എന്ന കാര്യം സംശയമാണ്. പാലസ്തീനിലെ ജനത ആകെയും കുറ്റവാളികളായി മാറിക്കഴിഞ്ഞു. ട്രക്കുകൾ വരുന്ന പാതകളിലേക്കും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലേക്കും പോകുന്നവർക്ക് തിരിച്ചു വരുമെന്ന യാതൊരു പ്രതീക്ഷയുമില്ല. എന്നിട്ടും അതിജീവനത്തിനുള്ള ഏക മാർഗമായി കവർച്ചയും കൊള്ളയും മാറിക്കഴിഞ്ഞിരിക്കുന്നു. പട്ടിണിയും സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെയും മറ്റ് സാമൂഹികവൽക്കരണ സൗകര്യങ്ങളുടെയും അഭാവവും സാമൂഹിക ജീവിതത്തെ തകർക്കുകയാണ്. ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളും തകർന്നടിഞ്ഞു കഴിഞ്ഞു. വെടിയുണ്ടകളും മിസൈലുകളും ഉപയോഗിക്കാതെ തന്നെ നന്നായി ആസൂത്രണം ചെയ്തെടുത്ത നവയുഗ വംശഹത്യയാണ് പാലസ്തീനിൽ അരങ്ങേറുന്നത്. സമൂഹത്തെ, ജനതയെ കുറ്റവാളികളും കൊള്ളക്കാരുമാക്കി ഭക്ഷണത്തിനായി തമ്മിലടിപ്പിച്ച് ഇല്ലാതാക്കുന്ന നവയുഗ യുദ്ധതന്ത്രം.